ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഞാനൊരു ടി വി മേടിച്ചടേ. TCL TV ആണ്. TCL ഏറ്റവും ലേറ്റസ്റ്റ് QD Mini LED TV. ഈ വർഷത്തെ CES 2025 ഈ TV ഫീച്ചർ ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ അതങ്ങ് പൊക്കി. 75 ഇഞ്ചിൻ്റെ TV ആണ് കേട്ടോ. 75 ഇഞ്ചാണ് സെറ്റ് ചെയ്ത്. ആ ചേട്ടന്മാർ വിളിച്ചിട്ടുണ്ട് ഓൺ ദ സ്പോട്ട്. ഇപ്പോൾ സാധനം എത്തും. ഈ സെയിം TVയിൽ ഒരു 98 ഇഞ്ച് ഉണ്ടടേ. അത് സത്യം പറഞ്ഞാൽ നാട്ടിൽ സെറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വെറും 10,000 ദർഹേ ഉള്ളൂ ഇവിടെ. 2,30,000 അത്രേ ഉള്ളൂ. 98 ഇഞ്ചടേ. QLED പാനലാണ് കേട്ടോ. OLED അല്ല, QLED പാനലാണ്. സൂപ്പർ സാധനം, സ്ലിം, സ്ലീക്ക്. നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ TV വന്നിരിക്കുകയാണ്. 75 ഇഞ്ച് QD Mini LED ആണ്. നേരത്തെ പറഞ്ഞില്ല ആർസണലിൻ്റെ സ്പോൺസറാണെന്ന്. ഗൂഗിൾ TV ആണ്. അപ്പോൾ നമ്മളെ ഗൂഗിൾ പരിപാടിയൊക്കെ നടക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. HVA പാനൽ, നേറ്റീവ് റിഫ്രഷ് റേറ്റ് 144 Hz, പിന്നെ AIPQ പ്രോസസ്സറാണ് വരുന്നത്. ഓൺക്യോൻ്റെ 2.1 ഹൈഫൈ സിസ്റ്റം, അൾട്രാ സ്ലിം ഡിസൈൻ. ഗെയിം മോഡാണെന്ന് തോന്നുന്നു, ഗെയിം മാസ്റ്റർ. DTS IMAX IMAXോ, ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ, IQ. ഇതിനി ഒരു സെപ്പറേറ്റ് ഒരു ടേബിൾ പോലെ എന്തെങ്കിലും മേടിക്കണം, എന്നാലേ ഇത് വെക്കാൻ സ്ഥലമേ ഉള്ളൂ. നല്ല വലിയ TV ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ലെറ്റ്സ് അൺബോക്സ്. ഇതാണ് റിമോട്ട് കേട്ടോ. കാരണം നമുക്ക് ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സ്, പ്രൈം, യൂട്യൂബ് ഒക്കെ ഇങ്ങനെ ഡയറക്റ്റ് പോകാൻ പറ്റും. ഇതാണ് പവർ കോഡ്. ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനത്തെ പവർ കോഡാണ് വരുന്നത്. ഓപ്പറേഷൻ മാനുവൽ, റിമോട്ടിൽ ഇടാൻ പറ്റുന്ന 2 ബാറ്ററി. ഈ AAA ആണ് കേട്ടോ. QD Mini LED ടെക്നോളജിയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ സ്ലിമ്മാണ് ഈ ഒരു TV. അതാണ് പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതൊക്കെ. നമുക്ക് വിശദമായി സംസാരിക്കാം. ദിസ് ഇസ് ദി അൺബോക്സ്. ഇവിടെ 2 സബ് വൂഫർ വരുന്നുണ്ട്. താങ്ക് യു ബ്രോ. മലയാളിയാണ് കേട്ടോ ബ്രോ. പേരെന്തായിരുന്നു? അസീം ബ്രോയും ഷാബാസ് ബ്രോ പാലക്കാട് നിന്നും, അസീം ബ്രോ കൊല്ലം. ഗൈസ് TCL എഴുതിയിരിക്കുകയാണ്. സംഭവം വർക്കായി. കൈയടിച്ച് പാസ്സാക്കിന് എല്ലാവരും. QD Mini LED അയ്വാ. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഗൈസ്. അതിൻ്റെ TCLൻ്റെ C6K എന്ന് പറഞ്ഞ TV ഇതായിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് സെറ്റപ്പ് ചെയ്യണം. ഇതൊക്കെ വലിച്ചു പൂച്ച് കളയണം. കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് അൺബോക്സിങ് എക്സ്പീരിയൻസ്. നമുക്കിതിന് യൂസ് ചെയ്തിട്ട് സാധനം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ഗൈസ്. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്. ബിക്കോസ് എന്തുകൊണ്ട് ഞാനൊരു OLED പാനലിന് പകരം ഈ QD Mini LED ടെക്നോളജിയുള്ള ഈ TV മേടിച്ചെന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ OLED അത്യാവശ്യം നല്ല കത്തിയാണ്. 2 വലിയ OLEDന് അതിനും നല്ല പൈസയാണ്. പിന്നെ OLED ഡിസ്പ്ലേ എനിക്ക് മാനസികമായിട്ട് മേടിക്കാൻ താല്പര്യം കുറവാണ്. ബിക്കോസ് ഹൈ മെയിൻ്റനൻസും ആണ്. പെട്ടെന്ന് ഇഷ്യൂസ് വരാനും അതിന് സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്രീൻ ബേണിൻ ഇഷ്യൂസൊക്കെ OLED പാനൽസിൽ വരാൻ വളരെ സിമ്പിളാണ്. ആ ഒരു സ്ഥലത്താണ് ഇവിടെ ഞാൻ പറയുന്നത് നമുക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. QLEDൻ്റെയും LEDൻ്റെയും ആ QLEDൻ്റെ കളറും ബ്രൈറ്റ്നസ്സും LED ഡിസ്പ്ലേയുടെ ആ കോൺട്രാസ്റ്റും കൂടെ ചേർന്ന് ഒരുങ്ങുന്ന ഒരു സാധനമാണ് ഈ QD Mini LED എന്ന് പറഞ്ഞ ടെക്നോളജി. ആൻഡ് ഐ ആം സൂപ്പർ ഹാപ്പി വിത്ത് ദിസ് TV. കുറേ നാളായിട്ട് ഇപ്പം അവിടെ ഇരുന്ന് ഫുഡ് അടിക്കുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് ജില്ല് ചെയ്താണ് ഇരുന്ന് കാണുന്നത്. സോ ഈ ഒരു കാര്യം ഞാൻ മിസ് ഔട്ട് ചെയ്യും പറയാനായിട്ട്. അതുകൊണ്ടാണ് ഇത് ഒരു സെപ്പറേറ്റ് ഇങ്ങനത്തെ ഒരു കോലത്തിൽ ഞാൻ വന്നിട്ട് പറയുന്നത്. ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. ഹലോ ഗൈസ്, ഇതാണ് TCLൻ്റെ C6K എന്ന് പറയുന്ന അവരുടെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് QD Mini LED TV. ആൻഡ് ഈ TV വേറെ ലെവലാണ്. സത്യം പറഞ്ഞാൽ ഇത് 75 ഇഞ്ചിൻ്റെ TV ആണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ നാട്ടിലിരിക്കുന്ന TVയും 75 ഇഞ്ചാണ്. മിക്കവാറും ഞാൻ ആ TV കൊടുത്തിട്ട് ഈ TCLൻ്റെ TV സെറ്റ് ചെയ്യും. 98 ആണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. കാണാൻ പറ്റുന്ന പോലെ വളരെ ബെസൽസ് കുറവാണ്. മനസ്സിലായില്ലേ? നമുക്ക് യാതൊരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഇതിൽ വരില്ല. ഇപ്പം HDR10 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടോ? HDR10ൻ്റെ സപ്പോർട്ടുണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടുണ്ട്, ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടുണ്ട്, പിന്നെ എന്തിനാണ് DTS വിർച്വൽ എക്സ് അതിൻ്റെ സപ്പോർട്ടും ഉണ്ട്. യാതൊരു ടെൻഷനും വേണ്ട. സിനിമയൊക്കെ കാണുന്ന സമയത്തല്ല ജില്ലെന്നിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ബ്ലാക്സ് ഒക്കെ കണ്ട നല്ല പിച്ച് ബ്ലാക്ക്. അതാണ് ഈ ഒരു TVയുടെ മെയിൻ പരിപാടി. ഈ QD Mini LEDയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് പാനലാണ് നമ്മുടെ TCL ഈ സാധനത്തിൽ വെച്ചേക്കുന്നത്. പിന്നെ TCL എന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡാണ്. കണ്ട യാജാതി ക്ലാരിറ്റി എന്നാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് നല്ല
അടിപൊളിയായിട്ട് കിട്ടും. സിനിമ കാണാനാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും സ്പോർട്സ് കാണാനാണെങ്കിലും എല്ലാം നല്ല ജില്ലായിരിക്കും. ഈ ബ്ലാക്ക് ഒക്കെ ഇത്രയും ബ്ലാക്ക് ആയിരിക്കുന്നതിൻ്റെ കാരണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ TCL കുറച്ചും കൂടെ ഡിമ്മിങ് സോൺസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാവുമ്പം ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയിൽ ഡിം ചെയ്യാനുള്ള പരിപാടി കുറച്ചും കൂടെ സെറ്റാണ് ഇതിൽ. ടെക്കിനെ പറ്റി പറയാൻ പോവുകയാണെങ്കിൽ മിനി LED ബാക്ക് ലൈറ്റിംഗ് വിത്ത് ക്വാണ്ടം ഡോട്ട് കളർ എൻഹാൻസ്മെന്റും കൂടെ വെച്ച് വരുമ്പം എൻ്റെ കളറൊക്കെ കണ്ട നല്ല ജിൽ പൂച്ച ഇരിക്കണുണ്ടോ നല്ല ജിൽ എന്ന് പറഞ്ഞിട്ട്. സ്പീക്കറിനെ പറ്റി പറയാനാണെങ്കിൽ ഓൺക്യോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫ്രണ്ടിൽ 2 10 വാട്ടിന്റെ സ്പീക്കറും ബാക്കിൽ ഒരു 20 വാട്ടിന്റെ സബ് വൂഫറുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗണ്ടാണ്. കണ്ണ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും കോപ്പി റൈറ്റ് അടിക്കില്ല, അതാണ് ഇതിൻ്റെ ഒരു ഗുണം. കണ്ട നല്ല സൗണ്ട് കയറും. ഇപ്പൊ തന്നെ സൂര്യയുടെ പാട്ട് കേൾക്കാം വേണമെങ്കിൽ. ടൺ 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 വേണമെങ്കിൽ കുറച്ച് കേൾപ്പിച്ചു തരാവേ. കണ്ട ഇത്രയും വെച്ചപ്പോൾ തന്നെ സൗണ്ട് കയറിയണ്ട. ഫുള്ള് മാത്രമല്ല, ഇതിപ്പം ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ് സൗണ്ട് ഇത്. മറ്റേ നമ്മളൊരു ഒരു വോളിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബേസ് കിട്ടും. ഇതിലിപ്പോൾ ഞാൻ അത് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ബേസ് കിട്ടാത്തത്. ഫോം ഫാക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഒരു ബോഡിയാണ് വരുന്നത്. നമുക്ക് വോളിലൊക്കെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഒരുമാതിരി തള്ളി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും വരില്ല. പിന്നെ മിനി LED ടെക്നോളജീസ് സത്യം പറഞ്ഞാൽ വേറെ ലെവലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ആക്യുറസി മനസ്സിലാവില്ല. നിങ്ങളൊരു ഷോറൂമിൽ പോയിട്ട് ഇതൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു സാധനമുണ്ട്. പിക്ചർ മോഡിൽ കണ്ട ഫിലിം മേക്കേഴ്സ് മോഡ്, ഇത് കൊള്ളാം കേട്ടോ. ഫിലിം മേക്കേഴ്സ് മോഡ് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിലിമൊക്കെ നല്ലൊരു വേറൊരു ലെവൽ ഓഫ് ഒരു സിനിമാറ്റിക് ടോണിലോട്ട് ഈ സാധനം കൺവേർട്ട് ചെയ്യും. മിനി LED ടെക്നോളജി തന്നെ വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് പാനൽസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ പ്രിഫർ. ഈ QD മിനി LED ടെക്നോളജി തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു പാനൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് കളർ ആക്യുറസി വേറെ ലെവലാണ്. DCI-P3 93% ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ദ പിക്ചേഴ്സ് വിൽ ലുക്ക് വെരി വെരി ആക്യുറേറ്റ് ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ. കണ്ടാ നമുക്കായൊക്കെ നാല് മൂട്ടാൻ ലുക്ക് ഇതായതാണോ. ഈ ഒരു ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. പ്രൊവൈഡഡ് ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ പോകണമെങ്കിൽ റിമോട്ടിൽ തന്നെ നെറ്റ്ഫ്ലിക്സിലോട്ട് നോക്കി കഴിഞ്ഞാൽ നേരെ നെറ്റ്ഫ്ലിക്സിലോട്ട് പോവാം. നമുക്ക് ഡാക്കു മഹാരാജ വേണമെങ്കിൽ കാണാം. ഇപ്പം തന്നെ ഇപ്പോൾ ഡോൾബി വിഷൻ്റെ ഏതെങ്കിലും ഒരു സാധനം ഇട്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയോ, ഡോൾബി വിഷൻ ആൻഡ് അറ്റ്മോസ് എന്ന് എഴുതിക്കണം കേട്ടോ. ഡോൾബി വിഷൻ ആൻഡ് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഈ പറയുന്ന TV-യിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ സാധനം സ്വിച്ച് ചെയ്യും. റിമോട്ട് അടിപൊളി തന്നെയാണ്. ഞാൻ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു തരാം. ഈ റിമോട്ടിൽ തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സിലോട്ട് നേരെ പോകാം, പ്രൈമിലോട്ട് നേരെ പോകാം, യൂട്യൂബിലോട്ട് നേരെ പോകാം. അടുത്ത കാര്യം ഗെയിമിങ്ങിനെ പറ്റി പറയാനാണ് ഗൈസ്. ഗെയിമിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് വരണ TV ആണിത്. 240 Hz വേരിയബിൾ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ എൻ്റെ ആ ഇരിക്കുന്ന PC എടുത്ത് ഞാൻ ഈ TV-യിൽ കണക്ട് ചെയ്താൽ എനിക്ക് വാലോയൊക്കെ വേറെ ലെവൽ FPS കളിക്കാൻ പറ്റും. പിന്നെ ഗെയിം മോഡുണ്ട്. നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് എയർ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഗെയിമിംഗ് മോഡ് എൻഹാൻസ്മെൻറ്റ് അവർ ഇതിൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ക്ലാരിറ്റി കൂട്ടും, ലേറ്റൻസി കുറയ്ക്കും. പിന്നെ AMD FreeSyncന്റെ സപ്പോർട്ടും ഈ സാധനം വരുന്നുണ്ട്. സോ ദാറ്റ് ഗെയിമിംഗ് ഈസ് ലൈക്ക് നെക്സ്റ്റ് ലെവൽ. നമുക്ക് എത്തർനെറ്റിൻ്റെ പോർട്ടുണ്ട്, RF ഇൻപുട്ട് ഉണ്ട്, USB-യുടെ 2 USB 2.0യും ഒരു USB 3.1ഉം ഉണ്ട്. HDMI 4 ആർക്ക് എന്നാണ് സാധനം. പിന്നെ SPIDF ഡിജിറ്റൽ ഓഡിയോ ഓപ്റ്റിക്കൽ, അതായത് വലിയ പരിപാടികളൊക്കെ കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ട് സ്പീക്കർ കണക്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ OS വരുന്നത് Google ആണ്. അതുകൊണ്ട് നമുക്ക് ഹേ ഗൂഗിൾ വാട്ട് ഈസ് ദ വെദർ ലൈക്ക് ടുഡേ? ഹേ ഗൂഗിൾ can you play some no copyright music on YouTube? ഇതുപോലെ നിങ്ങൾക്ക് TV കൺട്രോൾ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഹേ ഗൂഗിൾ സ്വിച്ച് ഓഫ് ദ TV. Sure, turning the smart TV Pro off. That's all, Your Honor. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് TCLന്റെ പുതിയ QD മിനി LED TV പറ്റി പറയാനുള്ളത്. ഇതിന്റെ പേര് മറക്കണ്ട, TCLന്റെ C6K എന്നാണ് ഈ TVയുടെ പേര്. 75 ഇഞ്ച് ഉണ്ട്, 65 ഇഞ്ച് ഉണ്ട്, 55 ഇഞ്ച് ഉണ്ട്, 98 ഇഞ്ച് ഉണ്ട്, പിന്നെ ഒരു 85 ഇഞ്ചും ഉണ്ട്. ഈ 75 ഇഞ്ചിന്റെ വില വന്ന് 4,499 dirhams ആണ്. 55 ഇഞ്ചിന്റെ വില 2,599 dirhams ആണ്. 98 ഇഞ്ചിന്റെ വില വെറും 9,999 AED മാത്രം. മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ ഷറഫ് DG, എറോസ്, പിന്നെ കാർഫോർ, ലുലു, പിന്നെ നമ്മളുടെ EMAX തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ സാധനം മേടിക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാൽ TCL വേറെ ലെവൽ ഒരു TV ആണ് ഇറക്കിയിരിക്കുന്നത്. ദിസ് ഇസ് അവരുടെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് TV ആണ്. നമ്മുടെ CES 2025 ഈ സാധനം ഫീച്ചർ ചെയ്തത് ഈ TV.
ആൻഡ് നൗ ഇറ്റ് ഈസ് അവൈലബിൾ ടു കൺസ്യൂമർ ആസ് വെൽ. സോ ഇത് എൻ്റെ പ്രിഫറൻസ്. ഞാൻ എടുത്ത് പറയണ പോലെ ഫൈസലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ 98 ഇഞ്ച് ഒന്ന് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് നാട്ടിലൊന്ന് സെറ്റ് ചെയ്ത് തരണേ അണ്ണാ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എന്തായാലും നാട്ടിൽ 98 ഇഞ്ച് ഇത് സെറ്റ് ചെയ്യോടെ TCL വേറെ ലെവൽ. എനിക്ക് ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടി വിയിൽ. മേടിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വിലയേറിയ റിവ്യൂവും പറയണം ഗൈസ്.